ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം മറക്കാണ്ട് മുഴുവനായിട്ട് കാണണം കേട്ടോ. കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ഇന്നിവിടെ വന്നിരിക്കുന്നത് കുറച്ച് അഗ്ലോണിമ കളക്ഷൻസും ആയിട്ടാണ്. അപ്പോൾ അത് കാണാം. ഒരുപാടൊന്നുമില്ല, കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം, എനിക്ക് എല്ലാത്തിൻ്റെ പേരും അറിയില്ല. കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് മാത്രമേ അറിയൂ. അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ആദ്യം കാണിച്ച പ്ലാന്റിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഗ്രീൻ വെറൈറ്റീസ് തന്നെയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇതും ഒരു ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട അഗ്ലോണിമ തന്നെയാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ലീവ്സ് കാണാൻ എന്താ ഭംഗിയല്ലേ. നല്ല പ്ലാസ്റ്റിക് പ്ലാന്റ് മാതിരിയല്ലേ കാണാൻ. ഈ കാണിക്കുന്ന പ്ലാന്റിൻ്റെ പേര് എനിക്കറിയാം. ഡോണ കാർമ എന്നാണ് ഇതിൻ്റെ ID. അപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ലീവ്സൊക്കെ ഇതിൽ ഗ്രീനും റെഡും ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ. എല്ലാ വെറൈറ്റീസും ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് ഒക്കെ സെറ്റ് ചെയ്യാം. ഇതിന് ഷെയ്ഡ് എന്താ പറയുക, സൺലൈറ്റ് അധികം ആവശ്യമില്ല കേട്ടോ. എന്താ പറയുക, നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് സൂപ്പർ വൈറ്റ് അല്ല, അതുമാതിരി ഇരിക്കുന്ന വേറൊരു പ്ലാന്റാണ്. അഗ്ലോണിമ തന്നെയാണ്. ഒരു പിങ്ക് ഷെയ്ഡ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ലീവ്സിനെല്ലാം. നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു പിങ്ക് ഷെയ്ഡാണ്. വീഡിയോയിൽ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, നേരിട്ടിട്ട് കാണും. നല്ല ഭംഗിയാണ് കാണാൻ. രണ്ടാമത് ഇതാ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു പ്ലാന്റാണ് സൂപ്പർ വൈറ്റ്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റും കാണാൻ. അപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ ആണെങ്കിലും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ആ പിങ്ക് ഷെയ്ഡ് അടിക്കുന്ന പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പ്ലാസ്റ്റിക് പോലെ ഇല്ലേ ഇതിൻ്റെ ലീവ്സ് കാണാൻ. ഇതൊക്കെ നല്ല വൈറ്റ് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ എന്താ പറയുക, അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇതും നല്ല രസമാണ് കാണാൻ. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡെല്ലായിട്ട് നല്ല രസമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പ്ലാന്റ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാന്റും കൂടിയുണ്ട്. അത് റെഡ്, എന്താ പറയുക, മറന്നു അതിൻ്റെ പേര്. കിട്ടിപ്പോയി, റെഡ് എമറാൾഡ്. ഇത് പുതിയ പ്ലാന്റ് ആട്ടോ, എൻ്റെ കയ്യിലുള്ള പുതിയൊരാളാണ് ഇത്. ഇതിന് റൂട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൊരു പ്ലാന്റും കൂടിയുണ്ട്. അതും ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് തന്നെയാണ്. ഇതാണ് റെഡ് ലിപ്സ്റ്റിക്ക്. എല്ലാവരുടെ അടുത്ത കയ്യിലും ഇപ്പോൾ ഉണ്ടാവും. കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ്. അതാണ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയത്. ഈ കാണുന്ന പ്ലാന്റാണ് സ്നോ വൈറ്റ്. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. സ്നോ വൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ്, വൈറ്റും ഗ്രീനും ഒക്കെ ഷെയ്ഡായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു പ്ലാന്റ് കൂടിയുണ്ട്, റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അതേ മോഡലിൽ പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ ഇത് പിങ്ക് ലിപ്സ്റ്റിക്കാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതൊരു കോമൺ ആയിട്ട് കാണുന്നൊരു വെറൈറ്റി തന്നെയാണ്. അധികം വീട്ടിലും കാണുന്നുണ്ട്. അതിനോട് ചേർന്നിട്ട് ഒരു വലിയ ലീവ്സുള്ള ഒരു അഗ്ലോണിമ ഉണ്ട്. അപ്പോൾ അത് വിക്രോയാണെന്ന് തോന്നുന്നു. വീണ്ടും ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അറിയാത്തവർ ഉണ്ടാവും അല്ലേ, ഒരുപാട് പേരുണ്ടാവും. ഞാൻ പഠിച്ചു വരുന്നതാണല്ലോ, ഇൻഷാ അല്ലാഹ് എല്ലാം പഠിച്ചു വരണം. അപ്പോൾ ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇതൊരു ഗ്രീൻ വെറൈറ്റിയിൽ വരുന്നത് തന്നെയാണ്.
നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കുറച്ച് ഭയങ്കര വണ്ണുള്ള ലീവ്സൊക്കെ ആയിട്ടാണ് ഈ ഒരു അഗ്ലോണിമ. അപ്പോൾ ഈ കാണുന്നത് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. ഇൻഡോറായിട്ട് നല്ല ഭംഗിയാണ്. ലിവിങ് ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്താ പറയാൻ, ഇതിൻ്റെ പേരാണ് പിങ്ക് ലെഗസി. അതിൽ തന്നെ ഞാനൊരു കുഞ്ഞി പ്ലാന്റ് വേറെതും കൂടി നട്ടു വെച്ചിട്ടുണ്ട് ഈ ഒരു പോട്ടിൽ തന്നെ. രണ്ടും ചെറുതാണ്. അപ്പോൾ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പ്ലാന്റ് കിട്ടിയത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കിട്ടിയപ്പോൾ ഒരു പോട്ടിൽ തന്നെ നട്ടു കൊടുത്തതാണ്. അപ്പോൾ വലുതായിട്ട് മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ പേര് എനിക്കറിയില്ല. അതും ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ കാണുന്ന പ്ലാന്റ് പിങ്ക് വാലന്റൈൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊരു കുഞ്ഞു പ്ലാന്റ് ആണ്. ഈ ബേബി പ്ലാന്റ് വലുതായി ലീവ്സൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും.